നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ ഇക്കണോമിക്സിലെ ബ്ലോക്ക് 4-ലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ പേര് പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റില് എന്താണ് പബ്ലിക് ഫിനാൻസ്, എന്താണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പഠിച്ചിരുന്നു. സോ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വരവ് ചെലവുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ്. അതായത് പബ്ലിക് റവന്യൂവും പബ്ലിക് ഫിനാൻസും എന്താണ് എന്നുള്ളതാണ്, എക്സ്പെൻഡിച്ചറും എന്താണെന്നുള്ളതാണ്. അതായത് പബ്ലിക് ഫിനാൻസിന്റെ കോമ്പണൻസ് അവയെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് പബ്ലിക് റവന്യൂ എന്ന് നോക്കാം. അതായത് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് സർക്കാരിന് വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് പബ്ലിക് റവന്യൂ. അത് നികുതി ഇതര മാർഗങ്ങളിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് പബ്ലിക് റവന്യൂവിന്റെ സോഴ്സുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാക്സും നോൺ ടാക്സ്, ഇങ്ങനെ രണ്ട് തരത്തിലാണ് റവന്യൂ ഉള്ളത്. ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അതില് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് വിവിധ റിസോഴ്സ് ടാക്സസ് വഴി സർക്കാരിന് ലഭിക്കുന്ന, അതായത് പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ കളക്ട് ചെയ്യുന്ന വരുമാനം അല്ലെങ്കിൽ ഈടാക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഇനി നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ നികുതി ഇതരമായിട്ടുള്ള മറ്റു മാർഗങ്ങളിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടാക്സ് റവന്യൂവിന്റെ ഡെഫിനേഷൻ ERA സെലിഗ്മാന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ ഡെഫിനേഷനാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേക ആനുകൂല്യങ്ങളെ പരാമർശിക്കാതെ എല്ലാവരുടെയും പൊതു താല്പര്യത്തിനു വേണ്ടിയുള്ള ചെലവുകൾ നികത്തുന്നതിനായിട്ട് ഒരു വ്യക്തി സർക്കാരിലേക്ക് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട നികുതിയെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നത്. അതൊരു പൊതുവായിട്ടുള്ള ആവശ്യത്തെ അല്ലെങ്കിൽ ഒരു കോമൺ ഗോളിനെ മുൻനിർത്തിയാണ് ഏതൊരു വ്യക്തിയും നികുതി അടയ്ക്കുന്നത്. നമ്മൾ അടയ്ക്കുന്ന നികുതി ഡയറക്റ്റ് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടുന്നില്ല. മറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന നികുതി കൊണ്ട് മറ്റെല്ലാ വ്യക്തികൾക്കും കിട്ടുന്നതിൽ ഒരു പങ്ക് ആണ് നമുക്ക് അതിന്റെ റിട്ടേൺ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഓരോ വ്യക്തികളും സ്വന്തം താല്പര്യം അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനല്ലാതെ സർക്കാരിലേക്ക് അടയ്ക്കുന്ന, സർക്കാരിന്റെ ചെലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അടയ്ക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നികുതി എന്ന് പറയുക. അപ്പൊ സർക്കാരിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൊതുജനങ്ങളുടെ താല്പര്യ സംരക്ഷണമാണ്. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ടാക്സ് ബെയറർക്കും അതിന്റെ ഗുണം ലഭിക്കുന്നത്. ഇനി നമുക്ക് ടാക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. നികുതിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇതൊരു നിർബന്ധിത പേയ്മെന്റ് ആണ് എന്ന് മാത്രവുമല്ല, നോൺ പേയ്മെന്റ് എന്ന് പറയുന്നത്, അത് പേ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പണിഷ്മെന്റ്, അതായത് ഫൈന് തുടങ്ങിയ പണിഷ്മെന്റുകൾക്കോ ഒക്കെ കാരണമാകുന്നു. ഇനി സർക്കാരിന് മൊത്തത്തിൽ നൽകുന്ന, ഒരു സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ രാഷ്ട്രത്തിനോ വേണ്ടി സർക്കാരിലേക്ക് മൊത്തത്തിൽ നമ്മൾ നൽകുന്ന പണമാണ് നികുതി എന്ന് പറയുന്നത്. ഇനി ആധുനിക പബ്ലിക് ഫിനാൻസില് ഈ നികുതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നികുതിയുടെ ക്ലാസിഫിക്കേഷൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. സോ നമുക്ക് നികുതിയെ റഫായിട്ട് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഡയറക്റ്റ് ടാക്സ്, DT എന്ന് പറഞ്ഞാൽ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നേരിട്ട് സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. അതായത് ഈ ടാക്സിന്റെ ഭാരം ടാക്സ് പെയർ തന്നെ അനുഭവിക്കുന്ന, നേരിട്ട് അനുഭവിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് ടാക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നികുതി ഭാരം, ഇത് നികുതി അടയ്ക്കുന്നയാളല്ല നികുതി ഭാരം അനുഭവിക്കുന്നത്. അതായത് പരോക്ഷമായിട്ട് പല ഇപ്പൊ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഒരു സോപ്പ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ ഓരോ ഉപഭോക്താവും
അതിൽ നിന്നൊരു എമൗണ്ട്, ഇത് ടാക്സ് ആണെന്ന് നമ്മൾ അറിയുന്നില്ല, പക്ഷെ അത് അതിന്റെ മൊത്തം പ്രൈസിന്റെ കൂടെ കൂട്ടിയ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഓരോരുത്തരും ടാക്സ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരിട്ട് ഈ ടാക്സ് അടയ്ക്കുന്നത് നമ്മൾ ടാക്സ് ആണെന്ന ധാരണ ഇല്ലാതെയാണ് അടയ്ക്കുന്നത്. എന്നാൽ ഇതിന്റെ ടാക്സ് യഥാർത്ഥത്തിലുള്ള ടാക്സ് ബെയറർ എന്ന് പറയുന്നത് നമ്മളല്ല താനും. അപ്പൊ ഈ രീതിയിൽ അടയ്ക്കുന്ന നികുതിയെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു നേരിട്ട് നികുതി ചുമത്തുമ്പോൾ ചരക്കുകൾക്കും സാധനങ്ങൾക്കും പരോക്ഷമായിട്ടാണ് ആ നികുതി ഭാരം നമ്മൾ ചുമക്കുന്നത്. ഇതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിന്റെ ഐറ്റംസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻകം ടാക്സ് ആണ്, അഥവാ ആദായ നികുതി. നമ്മുടെ ആദായത്തിന് മേല് സർക്കാർ ചുമത്തുന്ന നികുതിയാണ് ആദായ നികുതി. സെക്യൂരിറ്റീസും ട്രാൻസാക്ഷൻ ടാക്സസുമാണ് മറ്റൊന്ന്. നമുക്ക് സർക്കാർ സേവനങ്ങൾക്ക് നമ്മൾ നൽകുന്ന ചില സെക്യൂരിറ്റീസും അതുപോലെ കൈമാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് വിൽപ്പന, വാങ്ങൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നടത്തുന്ന ട്രാൻസാക്ഷൻ ടാക്സസ് ഉണ്ട്. ഇതും ഡയറക്റ്റ് ടാക്സ് ആണ്. ദെൻ കോർപ്പറേറ്റ് നികുതിയാണ് മറ്റൊന്ന്, അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അഥവാ ഈ മൂലധന കൈമാറ്റത്തിൽ വരുന്ന അല്ലെങ്കിൽ മൂലധനത്തിന് വരുന്ന നികുതിയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ നികുതികളുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് അത് വളരെ ഇക്വിറ്റബിൾ ആണ്, ഒരു തുല്യതയുണ്ട്. അതായത് ഇപ്പോൾ വരുമാന നികുതി ഇത്ര ഇന്ന സ്ലാബിലുള്ള വരുമാനത്തിന് ഇന്ന നികുതി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എല്ലാവരും ഒരുപോലെയാണ് അടയ്ക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മള് പല തരത്തിൽ ഈടാക്കപ്പെടുന്ന കരങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായ അല്ലെങ്കിൽ ഒരു തുല്യത, ഇക്വിറ്റി അവിടെ ഉണ്ട്. ഇക്വിറ്റിയും ഇക്വാലിറ്റിയും ഒക്കെ ഉള്ളതാണ് ഈ നികുതി ഉണ്ട് എന്നതാണ് ഈ നികുതിയുടെ ഡയറക്റ്റ് ടാക്സിന്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അത് ഇൻഇക്വാളിറ്റീസിനെ റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. അതായത് സമൂഹത്തിലെ അസന്തുലിതാവസ്ഥയും അല്ലെങ്കിൽ അനീതിയും തുല്യതയില്ലായ്മയും ഒക്കെ പരിഹരിക്കുന്നതിന് നമുക്ക് ഈ ഡയറക്റ്റ് ടാക്സ് ഒരളവ് വരെ സഹായകമാണ്. അത് ഒരു തുല്യത, അസമത്വം കുറയ്ക്കാൻ ഈ തരത്തിലുള്ള ടാക്സ് സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, പണപ്പെരുപ്പം തടയുന്നതിന് നമുക്ക് ഈ ഡയറക്റ്റ് ടാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യക്ഷ നികുതി വർദ്ധിപ്പിച്ചും കുറച്ചുമാണ് സർക്കാർ ഈ ഒരു മെക്കാനിസം നടപ്പില്. ചുരുക്കവും പണപ്പെരുപ്പവും തമ്മിലുള്ള ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത് സർക്കാർ എന്ത് ചെയ്തുകൊണ്ടാണ്? നികുതി കൂട്ടിയും നികുതി കുറച്ചുമാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. സോ ഇൻഫ്ലേഷൻ കുറയ്ക്കാനും ഇത് സഹായകമാണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്, ഡയറക്റ്റ് ടാക്സിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ ഹെവിയാണ്, അല്ലെങ്കിൽ ഒരു ടാക്സ് ബേർഡൻ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ചില ടാക്സ്, ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ്, ഇതൊക്കെ വലിയ ബേർഡൻ ആയിട്ട് ടാക്സ് ബെയറർക്ക് വരുന്നുണ്ട്. ഇനി നികുതി വെട്ടിപ്പിനുള്ള സാധ്യത ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും സർക്കാരിന് യഥാർത്ഥത്തിൽ കിട്ടേണ്ട നികുതിയുടെ നല്ലൊരു ശതമാനവും നികുതി വെട്ടിപ്പ് കാരണം സർക്കാരിലേക്ക് കിട്ടാതെ വരുന്നുണ്ട്. ആദായം കൃത്യമായി കാണിക്കാതെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ കൃത്യമായിട്ടുള്ള ഭൂനികുതി കാണിക്കാതെ ഇങ്ങനെയൊക്കെ നികുതി വെട്ടിപ്പിനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിയന്ത്രണ നിക്ഷേപങ്ങളിലേക്ക് ഇത് നയിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്നാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നികുതി ചുമത്തുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും ഒക്കെ ചുമത്തപ്പെടുന്ന നികുതി പരോക്ഷമായിട്ട് ചുമക്കുന്ന എല്ലാ വ്യക്തികളും പരോക്ഷമായിട്ടാണ് അത് ചുമക്കുന്നത്. നികുതി ഒടുക്കുന്നയാള് ഇത് നികുതിയാണെന്ന് അറിയാതെ നികുതി ഒടുക്കുന്ന ഒരു രീതി ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചില പരോക്ഷ നികുതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പരോക്ഷ നികുതികളാണ്. ഒന്നാമത്തേത് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അത് ഒരു പരോക്ഷ നികുതിയാണ്. ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി ഒരു പരോക്ഷ നികുതിയാണ്. അതുപോലെ VAT, വാല്യൂ ആഡഡ് ടാക്സും ഒരു പരോക്ഷ നികുതിയാണ്. ഇനി പരോക്ഷ നികുതിയുടെ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചില മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരോക്ഷ നികുതി ഒരു എല്ലാവരുടെയും ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ, ഒരു തുല്യമായിട്ടുള്ള ഒരു സംഭാവന ഇതിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നികുതി വെട്ടിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രോഡക്റ്റിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന നികുതി അത് ഉപയോഗിക്കുന്ന എല്ലാവരും അടയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഒരു തുല്യത ഇവിടെയും
സംജാതമാവുന്നുണ്ട്. ഒരു തുല്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ഒരു തുല്യമായിട്ടുള്ള സംഭാവന ഇതിൽ വരുന്നുണ്ട്. ഇനി ഇത് ആർക്കും ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല, ഒഴിവാക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് പല ടാക്സിൽ നിന്നും നമുക്ക് പല കാരണങ്ങളാൽ വിട്ടു നിൽക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ അത് പോസിബിൾ അല്ല. പരോക്ഷ നികുതി എല്ലാവരും അത് നിർബന്ധമായും അടച്ചിരിക്കേണ്ടതാണ്. ഇനി മാത്രമല്ല, പരോക്ഷ നികുതി വളരെ ഈസി ആയിട്ട് അടയ്ക്കാൻ വളരെ ഈസിയാണ്. കാരണം നമ്മളൊരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു സോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ നികുതി പ്രത്യേകമായിട്ട് ഇനി ഇത് നികുതിയാണെന്ന് പറഞ്ഞ് പ്രത്യേകം അടയ്ക്കുന്നതല്ല, അത് സോപ്പിന്റെ വിലയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതായതുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ടാക്സും കൂടിയാണ്. സോ നമുക്കത് ഈസി ആയിട്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും. അത് ശേഖരിക്കാനും ഒക്കെ എളുപ്പമാണ്. ഇനി ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഇതൊരു പിന്തിരിപ്പൻ സിസ്റ്റമാണ്. ഈ പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഒരു പിന്തിരിപ്പൻ സിസ്റ്റമാണ്. അതുപോലെ ഒരു പ്രോഡക്റ്റ് വളരെ ചെലവേറിയതാക്കി മാറ്റുന്നത് ഈ ടാക്സ് ആണ്. ടാക്സ് കൂടി വരുമ്പോൾ, GST വരുമ്പോൾ നമ്മുടെ ഓരോ സേവനവും ഓരോ സാധനവും കൂടുതൽ ചെലവേറിയതായിട്ട് മാറുന്നത് നമുക്ക് വ്യക്തി ജീവിതത്തിൽ തന്നെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നോൺ ടാക്സ് റവന്യൂ അഥവാ നികുതി ഇതര വരുമാനം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ സർക്കാർ മറ്റു രൂപത്തിൽ, അതായത് നികുതി അല്ലാത്ത മറ്റു രൂപത്തിൽ സ്വരൂപിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ നികുതി ഇതര വരുമാനം എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഭരണപരമായിട്ടുള്ള വരുമാനങ്ങളാണ്. മറ്റൊന്ന് രാഷ്ട്രത്തിന്റെ പൊതു സംരംഭങ്ങൾ, ഇപ്പോൾ റെയിൽവേ അതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആണ് നമ്മുടെ നികുതി ഇതര വരുമാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ വരുമാനം, ഇതാണ് നികുതി ഇതര വരുമാനം. അത് സർക്കാർ എന്റർപ്രൈസസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, സർക്കാരിന് ലഭിക്കുന്ന വരുമാനമാണ്. ഇനിയും പബ്ലിക് എക്സ്പെൻഡിച്ചർ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് പൊതു വരുമാനമാണ്. ഇനി നമ്മൾ പൊതു ചെലവ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ പബ്ലിക് ഫിനാൻസ് മേഖലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് പൊതു ചെലവ് എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെയേറെ വർദ്ധിച്ച, അല്ലെങ്കിൽ രാഷ്ട്രത്തെ നമ്മൾ സാധാരണ ജനങ്ങൾ വളരെയേറെ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. സോ അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റവന്യൂ ചെലവും മൂലധന ചെലവുമാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ ചെലവ് എന്ന് പറയുന്നത് പൊതുവെ ആസ്തികൾ സൃഷ്ടിക്കുന്നതിൽ ഒടുങ്ങാത്ത ഒരു ചെലവിനെയാണ് നമ്മൾ റവന്യൂ ചെലവ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹൈവേകള്, വിദോദേശ കെട്ടിടങ്ങള്, പാലങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഉൽപാദന ചെലവും ഉൽപാദനക്ഷമമല്ലാത്ത ചെലവും. ഉൽപാദന ചെലവ് എന്ന് പറയുന്നത് സർക്കാർ ചില പ്രത്യേക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ഉൽപാദനക്ഷമമാണ്, വീണ്ടും സമ്പത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഉപകരിക്കുന്നത്. ഇപ്പൊ ഒരു ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ഉൽപാദന ചെലവായിട്ടാണ് വരുന്നത്. എന്നാൽ ഉൽപാദനേതര ചെലവ് എന്ന് പറയുന്നത് അത് കാര്യക്ഷമമല്ലാത്ത മേഖലയിൽ വരുന്ന ചെലവുകളെയാണ് ഉൽപാദനേതര ചെലവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കാര്യക്ഷമമല്ല എന്നതിനർത്ഥം നേരിട്ട് അവിടെ ഇൻകം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ അതുമൂലം ഒരു മൾട്ടിപ്ലയർ എഫക്ട് ഒരു ഇക്കോണമിയിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു പാലം, നേരിട്ട് ആ പാലം ഒരു ഉൽപാദന ക്ഷമമല്ല, പക്ഷേ ആ പാലം വരുന്നതോട് കൂടിയിട്ട് പല മേഖലകളിലും അത് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. KSRTC ഒരു ഉൽപാദനക്ഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നേരിട്ട് അതിൽ നിന്ന് വരുമാനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ഇനി ഒരു പാലം വരുന്നത്, ഒരു 100 കോടി മുടക്കി ഒരു പാലം പണിയുമ്പോൾ ഇത് നേരിട്ട് ആ പാലത്തിൽ നിന്ന് ആ 100 കോടി നമുക്ക് കിട്ടുന്നില്ല. ബിക്കോസ് 100 കോടി എന്ന് പറയുന്നത് ആ പാലത്തിന്റെ നിർമ്മാണ ചെലവായിട്ടാണ് വരുന്നത്. എന്നാൽ ആ പാലം വരുന്നതോടുകൂടി അവിടെ ട്രാൻസ്പോർട്ടേഷൻ കൂടി, അതുകൊണ്ട് തന്നെ പുതിയ
സംരംഭകർ ഈ മേഖലയിലേക്ക് കൂടുതൽ സംരംഭകരെ അട്രാക്ട് ചെയ്യാനായിട്ട്, ആകർഷിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള ഇക്കോണമിയിലെ മറ്റു പല മേഖലകളുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായിട്ട് ഭവിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഒരു ഇക്കോണമിയിൽ കൊണ്ടുവരുന്നതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഉൽപാദനക്ഷമമല്ലാത്ത ചെലവുകൾ. അപ്പോൾ രണ്ട് രീതിയിലുള്ള ചെലവുകൾ നമുക്ക് ഒരു ഇക്കോണമിയിൽ വരുന്നുണ്ട്. ഇനി വികസന ചെലവും വികസനേതര ചെലവുമാണ് മറ്റൊന്ന്. രാജ്യത്തിന്റെ വികസനത്തിന് നേരിട്ടോ അല്ലാതെയോ സംഭാവന ചെയ്യുന്ന റവന്യൂ ചെലവുകളെയാണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് പറയുന്നത്. എന്നാൽ വികസനേതരമല്ലാത്ത ചെലവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, അതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരമായിട്ടൊക്കെ കൊടുക്കുന്ന ചെലവിനെയാണ് നമ്മൾ ഈ പറയുന്ന വികസനേതര ചെലവ് എന്ന് പറയുന്നത്. വികസന പ്രവർത്തനം, ഒരു പാലം പണിയാൻ അലോട്ട് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് ഒരു വികസന ചെലവാണ്. പക്ഷെ ഒരു ലാൻഡ് സ്ലൈഡിന് ശേഷം അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുക എന്ന് പറയുന്നത് അത് വികസനേതര ചെലവായിട്ട്, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിടാൻ വേണ്ടി വരുന്ന ചില ചെലവുകളാണ്. നഷ്ടപരിഹാരം കൊടുക്കുന്നത്, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള നോൺ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ചെലവുകളാണ്. ഇനി മറ്റൊന്ന് ട്രാൻസ്ഫറബിളും അതുപോലെ നോൺ ട്രാൻസ്ഫറബിളും ആയിട്ടുള്ള ചെലവുകളാണ്. ചരക്കുകളും സേവനങ്ങളും ഒക്കെ വാങ്ങുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ഒക്കെ കൈമാറ്റം പെടുന്നതും കൈമാറ്റം ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ചെലവുകളാണ് ഇതിൽ വരുന്നത്. സോ ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിവിടെ പഠിച്ചത് പൊതു വരുമാനത്തെക്കുറിച്ചും പൊതു ചെലവുകളെ കുറിച്ചുമാണ്. താങ്ക് യു.